कल कहेगा आज और अभी, कहते हैं सभी कि जाओ ना कहीं, तुम आए तो अभी तुम। കാലം കാത്തിടും കനവു പോലെ വന്നുവോ എന്നരികെ നിൻ ചിരിമലർ പുതുലയേ ഞാൻ അരഞ്ഞു നിൻ കരളിൻ കായജാലകം എന്നിഴിയാൽ ഞാൻ തുറന്നു. I'm leaving home for the coastline, someplace under the sun. I feel my heart for the first time, 'cause now I'm moving on, yeah, I'm moving on. And there's a place that I've dreamed of, where I can free my mind. I hear the sounds of the season and lose all sense of time. I'm moving far away to a sunny place where it's just you and me. Feels like we're in a dream. You know what I mean. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും. ടെറൻസിനെയും ഡെലിനെയും തിരഞ്ഞെടുക്കുവാൻ തിരുമനസ്സായ അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരസ്പരം വിവാഹ വാഗ്ദാനം ചെയ്യുവാൻ പോകുന്ന ഇവരെ ആശീർവദിക്കണമേ. പരസ്പര ധാരണയിലും ഐക്യത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും അന്യോന്യം താങ്ങും തണലുമായി വ്യാപരിക്കുവാനും വേണ്ട പ്രസാദപരം ഇവർക്ക് നൽകണമേ. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഞങ്ങൾ എല്ലാവർക്കും അവസാന ദിവസം അങ്ങേ നേരിൽ കണ്ട് ആനന്ദിക്കാനുള്ള അനുഗ്രഹം പ്രദാനം ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്ന ടെറൻസിനെയും ഡെലിനെയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ ഇവരെ അനുഗ്രഹിക്കണമേ. ഇവർ ചെയ്യാൻ പോകുന്ന വിവാഹ ഉടമ്പടിയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാൻ കർത്താവെ ഇവരെ അനുഗ്രഹിക്കണമേ. സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും അതീതമായി എല്ലായ്പ്പോഴും സ്നേഹത്തോടെ ജീവിക്കുവാൻ കർത്താവെ അനുഗ്രഹിക്കണമേ. മാതൃകാപരവും സുഹൃത സമ്പന്നവുമായ ക്രിസ്തീയ ജീവിതം അന്ത്യം വരെ നയിക്കുവാൻ കർത്താവെ ഇവരെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാനായിലെ കല്യാണ വിരുന്നിൽ പങ്കെടുത്ത് ഒരു അത്ഭുതം തന്നെയും പ്രവർത്തിച്ചുകൊണ്ട് വധുവരന്മാരെ അനുഗ്രഹിച്ച കർത്താവെ ഇവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതാന്ത്യം വരെ ഒരുമയിൽ വർദ്ധിക്കുവാൻ ഇവരെ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്നുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്മിലാണ് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ എപ്പോഴും ആമേൻ. कहीं जो कहती रहे
second goes by when I don't think of the times when you held my hand while we watched the stars all night. Now I sit here alone, looking at the moon, wondering if you are looking too. If you are looking too. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. കർത്താവിൻ്റെ സംരക്ഷണം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവൽ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചെറുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നിന്ന് നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപരിപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും മണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം അരുളും. അവൻ്റെ കഷ്ടത്തിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഉറപ്പിക്കുവാൻ പോകുന്ന ഈ വിവാഹ ഉടമ്പടിയിൽ അങ്ങ് സംപ്രീതനാകണമേ. പൂർവ്വപിതാക്കന്മാരായ അബ്രാഹവും ഇസഹാക്കും യാക്കോബും അങ്ങയുടെ ചെയ്ത ഉടമ്പടിയിൽ അങ്ങ് സംപ്രീതനായല്ലോ. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഉറപ്പിക്കാൻ പോകുന്ന ഈ വിവാഹ ഉടമ്പടിയിലും അങ്ങ് സംപ്രീതനാകണമേ. ഉടമ്പടികളെ ലംഘിക്കുന്നവർക്ക് കഠിന ശിക്ഷ നൽകുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേ കോപത്തിനിടയാകാതിരിക്കട്ടെ. ഞങ്ങൾ ഇപ്പോൾ ഉറപ്പിക്കുവാൻ പോകുന്ന ഉടമ്പടിയിൽ വിശ്വസ്തരായി നിലനിൽക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. ഇതുവഴി ബന്ധിക്കാൻ പോകുന്ന ഞങ്ങളുടെ ടെറൻസിനെയും ഡെൽനെയും എന്നും ഒരുമയിൽ നിലനിർത്തണമേ. അവരെ അങ്ങയുടെ കൃപാവരത്തിൽ സമർപ്പിക്കാം. Heartbeat in the quiet, spotlight in an empty
night, in the moment unfolding before my very eyes, a new stories being written brand new, pouring over me. I see it now with you. You'll never be the same. The start of my heart, you cover me completely. Came and changed everything. This is more than imagine. This is ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിന്റെ ഒരു ദിവസമാണ്. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ടെറൻസും ഡെൽനയും അവരിനി ഒരുമിച്ച് മുന്നോട്ടുള്ള ജീവിതം നയിക്കുവാനായിട്ടുള്ള തീരുമാനം ഇവിടെ ഈ ദേവാലയത്തില് വിശുദ്ധാചാര്യക്ക് മുമ്പിൽ അവര് പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് അർത്തിങ്കൽ ഇടവകയിൽ നിന്നും ഈ പൂമാർക്കറ്റ് സെന്റ് ജോസഫ് ഇടവകയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ടെറൻസിന്റെ കുടുംബാംഗങ്ങളെല്ലാം ഒത്തിരി സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്നേ ദിവസം തിരുക്കരങ്ങൾക്ക് നേതൃത്വം നൽകുവാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരെ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ജമനച്ചനെയും സൂര്യച്ചനെയും രാജേഷനെയും ഒത്തിരി സ്നേഹത്തോടുകൂടി ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഈ തിരുക്കരങ്ങളിൽ പ്രാർത്ഥിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാന പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമപൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മാതൃകാൽ സർവ്വവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ആരാധനാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ വീഴാകരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ആകുന്നു. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദിയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹകൂട്ടായ്മയ്ക്കും മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനുമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ സഹാക്കിനെയും അവന്റെ ജീവിത പങ്കാളിയാകുവാൻ
തെരഞ്ഞെടുത്തറവാക്കായി അനുഗ്രഹിച്ച കർത്താവെ, വിവാഹ വാഗ്ദാനത്തിനായി തിരുമുമ്പിൽ അണിഞ്ഞിരിക്കുന്ന അങ്ങയുടെ ദാസരായ ടെറൻസിനെയും ഡെൽനായെയും സ്വതന്ത്ര മനസ്സോട് തികഞ്ഞ സന്തോഷത്തോടും കൂടി വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹിയുമായ സർവേശ്വരായ എന്നേക്കും. ഭാര്യയെ കണ്ടെത്തുവാൻ വഴിയൊരുക്കിയ കർത്താവെ, വിവാഹ വാഗ്ദാനത്തിൽ അണിഞ്ഞിരിക്കുന്ന ഈ ദാസനെ അനുഗ്രഹിക്കണമേ. ധനികർ ദരിദ്രരാകാംശെന്നുവലയാം കർത്താവിനെ തേടുന്നവർക്കോ നന്മകൾക്കൊന്നും കുറവുണ്ടാവില്ല. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ദിവസങ്ങൾക്കായി കാക്ഷിക്കുകയും ചെയ്യുന്നുവോ? അകൃത്യത്തിൽ നിന്നകുന്ന നന്മ ചെയ്യുവിൻ, സമാധാനം തേടി അതിനെ പിന്തുടരുവിൻ. ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടെത്തുവാൻ വഴിയൊരുക്കിയ കർത്താവെ, വിവാഹ വാഗ്ദാനത്തിൽ അണിഞ്ഞിരിക്കുന്ന ഈ ദാസനെ അനുഗ്രഹിക്കണമേ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുണ്ട് എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് ഒടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ഞങ്ങളുടെ ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവിതായുധവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹിയുമായ സർവേശ്വരായ എന്നേക്കും. സുവിശേഷ ഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം, ലോകത്തിലെങ്ങും പോകാം. നാഥൻ വിളിക്കുന്നു നമ്മെ, ഇരുളകറ്റിടും വെളിച്ചം, മുറിവുണക്കിടുന്ന തൈലം, ഇരുളകറ്റിടും വെളിച്ചം,
ശ്രദ്ധാപൂർവ്വം സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങളുടെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. ഇതാകുന്നു എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഒരുവൻ തന്റെ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നതെന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എന്റെ പിതാവിൽ നിന്ന് കേട്ടവയെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള തോമാച്ച ഡെൽന, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ ഏറ്റവും കൂടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട അച്ഛന്മാരെ, ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം മനസ്സുമതം നമ്മുടെ മുന്നിൽ വ്യക്തമാക്കുകയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഒരുവൻ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഇത് വാലന്റൈൻസ് ഡേ അല്ലെ, പ്രണയ ദിനമാണ്, ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ദിവസമാണ്. എന്നാൽ ഏറ്റവും വലിയ പ്രണയം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രണയം മനസ്സിലാക്കിയോണ്ടാണ് ഞാനൊക്കെ 30-ാമത്തെ വയസ്സിൽ അച്ഛനാകാൻ പോയത്. ഏറ്റവും വലിയ പ്രണയം എന്നാന്ന് ചോദിച്ചാൽ മനുഷ്യവർഗത്തെ മുഴുവൻ പ്രണയിച്ച ദൈവം സ്വപുത്രനെ ബലിയായി നൽകി. ആ ബലിയാണ് ഏറ്റവും വലിയ, മരണത്തോളം ശക്തമാണ് പ്രണയം എന്ന് പറയും. കാര്യം പ്രണയം നടക്കാതെ വരുമ്പോൾ ചിലർ പോയി ആത്മഹത്യ ചെയ്യുന്നവർ കാണാറില്ലേ? ഞങ്ങളുടെയൊക്കെ ടൈമിൽ അത് ഭയങ്കര ഇതായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പം തോന്നിയതുപോലെയാണ്. പ്രണയത്തോളം ശക്തമാണ്. എന്നാൽ പ്രണയത്തെക്കാളും മരണത്തെക്കാളും ശക്തമായ പ്രണയമുണ്ട്. അതാ ദൈവസ്നേഹം എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഈ ഒരു മനസ്സമ്മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂദാശയല്ല, കൂദാശയിലേക്ക് കടക്കുന്ന ഒരു പടിയാണ്. അതായത് നിങ്ങൾക്ക് പ്രണയിക്കാൻ ഒരു അവസരം തരിക, എന്നിട്ട് അടുത്ത വിവാഹത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കാൻ വേണ്ടി, തോമച്ചൻ ഡെൽനയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ വേണ്ടി, ഡെൽന തോമച്ചന് വേണ്ടി ജീവൻ കൊടുക്കാൻ വേണ്ടി കുർബാന ആ ബലിയിലുണ്ട് എല്ലാം. ദിസ് ഈസ് മൈ ബോഡി, ഐ ആം ഗിവിംഗ് ടു യു. ഈശോ പറയുക, ഇതെന്റെ ശരീരമാണ്, നിനക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരം, ഇതെന്റെ രക്തമാണ്. ശരീരവും രക്തവും എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒളിച്ചു കുറച്ചെടുത്ത് തരുന്നല്ല, ശരീരവും രക്തവും കൂടെ the whole person. ഡെൽനയ്ക്ക് വേണ്ടി തോമാച്ചൻ തന്റെ whole person, പൂർണ്ണ വ്യക്തിത്വം മുഴുവനും ഡെൽനയ്ക്ക് നൽകുക. വേണ്ടി വന്നാൽ അവൾക്ക് വേണ്ടി, എന്റെ ദൈവമേ എനിക്ക് ഭാര്യയായിട്ട് ഈ ഡെൽനയെ തന്നത് ദൈവമേ, അത് ദൈവസ്നേഹത്തിന്റെ ഭാഗമാണല്ലോ, ദൈവം എന്നെ സ്നേഹിക്കുന്നുള്ളതിന്റെ തെളിവാണല്ലോ എന്ന് ഇന്ന് തുടങ്ങി തോമാച്ചൻ തിരിച്ചറിയുമ്പോൾ തിരിച്ച് ഡെൽന പറയുക, ദൈവമേ നീ എന്നെ സ്നേഹിക്കുന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണല്ലോ, നീ എനിക്ക് ഭർത്താവായിട്ട് തോമാച്ചനെ എനിക്ക് തരാൻ പോകുന്നു. ഇത് ഈ ഒരു വാസ്തവം മനസ്സിലാക്കുക. അതായത് മരണത്തെക്കാളും ശക്തമായ പ്രണയം. ഞാൻ ഓർക്കുവാണേ, ഞങ്ങൾ 3 അച്ഛന്മാരും ഒരുപോലെ, ഞാൻ സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ 3 പേരും ഒരേ കാറ്റഗറിക്കാണ്. ഇച്ചിരി നൊഫറുള്ള അച്ഛന്മാരാണ്. ഈ ഈശോ അച്ഛനെ കണ്ടില്ലേ, അച്ഛൻ ജോബി അച്ഛന് ഈശോയുടെ താടിയൊക്കെ വളർത്തിയിരിക്കുന്നു. അച്ഛനാണെങ്കിൽ ഈ
മാർക്കറ്റിൽ, നിങ്ങളുടെ ഈ കൗണ്ടർമാടെ മാർക്കറ്റിലും എല്ലാം പച്ചക്കറി എല്ലാം തണ്ടി 1 കിലോ 1 കിലോയും 1 കിലോയും എല്ലാം തണ്ടി വരുന്നു. ഞാനാണ് തമിഴ്നാടിന്റെ തെരുവിൽ കൂടെ ജല പിടിച്ച് കിടക്കുന്ന മക്കളുടെ കൂടെ നടക്കുന്നു. ഞങ്ങളെ ഇവിടെ ഒരുമിപ്പിക്കുന്നതിന് ഒരു കാരണമുണ്ട്. കാരണം ഞാൻ പറയാം, ആ കാരണം ഞങ്ങളെ ഇവിടെ നിർത്തിയിരിക്കുന്നതിന്റെ കാര്യം ഇതാ. ഞങ്ങളാരും അച്ഛന്മാരായിരിക്കുന്നത് എന്തോ ഒരു എന്നാ പറയുന്നത് വീട്ടുകാർ നേർച്ച തന്നുകൊണ്ട് നേർച്ചക്കോഴി ആയതുകൊണ്ടല്ല. തീരുമാനത്തോടുകൂടെ കർത്താവ് ഞങ്ങളെ സ്നേഹിച്ചെങ്കിൽ ആ സ്നേഹത്തിന് പ്രതിസ്നേഹം കാണിക്കണമെങ്കിൽ സഹോദരനെ സ്നേഹിക്കാതെ പറ്റില്ല. അതുകൊണ്ടാണ് ഒരുവൻ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച പോലെ ദൈവം സ്നേഹിച്ചെങ്കിൽ അതിന് പകരമുള്ള സ്നേഹത്തിന് പകരം സ്നേഹമുള്ളൂ. ഞങ്ങൾ ഇത്തരത്തിൽ പോകുമ്പോൾ തോമാച്ചനോടും ഡെൽനയോടും ദൈവം പറയുന്ന അങ്ങനെയല്ല, ദൈവം ഏകനായിരിക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് നിനക്ക് ഇണയും തുണയുമായി ഞാൻ ഡെൽനയെ തരുന്നു. അതുപോലെ ഡെൽനയുടെ തോമാച്ചനോട് പറയുന്നു, നീ ഇല്ലാതെ നിനക്ക് തന്നിരിക്കുന്നത് കൊണ്ട് നീ സ്നേഹിക്കാൻ പറയുക. 2-ാം പ്രമാണത്തില് ഗലാത്യ 5:14 പറയുക, മുഴുവൻ പ്രമാണവും 2-ാം പ്രമാണത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് 2-ാം പ്രമാണം യഥാർത്ഥത്തിൽ ചെയ്യുന്നവൻ, യഥാർത്ഥത്തിൽ അനുസരിക്കുന്നവൻ മുഴുവൻ പ്രമാണങ്ങളും അനുസരിക്കുന്നു. അത് കുടുംബജീവിതത്തിൽ അനുസരിക്കുന്നു. This is my body, ഞാൻ മുറിച്ചു തന്നിരിക്കുന്ന എന്റെ ശരീരം. നീ മുറിയപ്പെടുമ്പോൾ നിനക്ക് വേണ്ടി മുറിയപ്പെടുന്ന, നീ മുറിയപ്പെടുമ്പോൾ നിനക്ക് വേണ്ടി മുറിയപ്പെടുന്ന ജീവനുള്ള അപ്പമാണ് പരിശുദ്ധ കുർബാനയെങ്കിൽ ആ കുർബാന മധ്യേ മാത്രമേ സാധുവായ വിവാഹം കൂദാശയാകത്തുള്ളൂ. ആ വിവാഹ മധ്യേ സാധുവായ വിവാഹം കൂദാശ ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ ഒന്നിക്കുന്നത് കർത്താവിലാണ്. ആർക്കും മാറ്റാനാവില്ല, പക്ഷെ നിങ്ങൾക്ക് മാറ്റാനാവും. നിന്നെ സുരക്ഷിച്ച നിന്റെ ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാനാവില്ല. തോമാച്ചിന്റെ മുമ്പിൽ ഞങ്ങളുടെ അതിന്റെ ഏറ്റവും വലിയ സുന്ദരി ഐശ്വര്യ റായി കേട്ടോ. ആ സമയത്ത് ഐശ്വര്യ റായി ആരുടെ കെട്ടിക്കൊണ്ട് പോയതുകൊണ്ടാണ് എന്റെ കൂട്ടുകാർ ബുദ്ധികൾ പറയും, ചുമ്മാ തമാശക്ക് പറയുന്നത്. നിന്റെ മനസ്സിലെ ഏറ്റവും സുന്ദരി കാര്യം ദൈവം നിനക്ക് തന്നേക്കുന്നതാണ്. ദൈവം നല്ലതെന്ന് കണ്ട് നിനക്ക് തന്നേക്കുന്നതാണ്. നിനക്ക് ഇതിലും നല്ലൊരു സുന്ദരിയെ ലോകത്ത് കിട്ടാനില്ല. ദൈവം നിനക്ക് തന്നേക്കുന്നതാണ്. അതുപോലെ എന്റെ പുരുഷൻ ഇതാണ്, എന്റെ പുരുഷൻ കാര്യം എനിക്ക് ദൈവം തന്നേക്കുന്നതാണ്. ഈ പള്ളിയിൽ നിന്ന് കുർബാന കഴിഞ്ഞ് അവന്റെ കൈ പിടിച്ച് പോകുമ്പോഴത്തേക്ക് നീ അഭിമാനത്തോടെ ഈ ലോകത്തോട് വിളിച്ചു പറയണം, ദൈവം എനിക്ക് തന്നേക്കുന്ന പുരുഷൻ ഇതാണ്. മോനെ, ഞങ്ങള് സ്നേഹാലയത്തിൽ നിന്ന് അച്ഛൻ വരുമ്പോൾ ഞാൻ അൻപൂരം തെങ്കാശിയിൽ നിന്നാണ് വരുന്നത്. അധികം താമസിക്കാൻ നിർത്തിയേക്കാം കേട്ടോ. ഒരു കാര്യം പറഞ്ഞുകൊണ്ടേക്കാം. ഒരു മനോഹരമായ കാതൽ, ഒരു പ്രണയം കണ്ട കാര്യം ഞാൻ പറയാം. എന്റെ കണ്ണ് നിറഞ്ഞു പോയ സംഭവം ഞാൻ പറയുക. ഒരു അമ്മച്ചി എനിക്ക് കിട്ടിയതാണ്. ഈ അമ്മച്ചിക്ക് 85 വയസ്സുണ്ട്. ഈ പാടത്ത് ഇങ്ങനെ മറിഞ്ഞു കിടക്കുകയായിരുന്നു, ശ്വാസം കിട്ടാതെ, മുഖത്തെല്ലാം ചെറിയായിട്ട്. ഈ ഭാഗത്ത് കൂടെ ഏതാണ്ടോ ശ്വാസം കിട്ടി, അതുകൊണ്ട് അത് ജീവനോടെ ഇരുന്നു. അങ്ങനെ അൻകൂലത്തിൽ പോലീസ് അറിയിച്ച വഴി ഞാൻ ചെന്നു. ഞാനും സിസ്റ്റേഴ്സും ഒക്കെ ചെന്നു. നമ്മുടെ സിസ്റ്റേഴ്സ്, അവിടെയുള്ള സിസ്റ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിസ്റ്റേഴ്സ് എല്ലാം കൂട്ടിക്കൊണ്ട് വന്നു. ഇങ്ങനെ വന്നു, വിളിച്ചോണ്ട് സുഖമാക്കി. 82 വയസ്സുണ്ട്. കണ്ണ് കാണാൻ മേല, നടക്കാൻ മേല, പോകുന്ന വഴിക്കെല്ലാം വൈകിന്ന് പോകും, നടക്കാൻ ഇരിക്കാനൊന്നും മേല. അങ്ങനെ വളരെ ക്ഷീണിച്ച അവശനായ അമ്മച്ചി സുഖമാക്കി. ഒരു 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അന്ന് അവിടെ ഇല്ല, സൂര്യച്ചനെ അവിടെ ഉള്ളൂ. എന്നെ അന്വേഷിച്ച് ഒരു കിളവൻ 90 വയസ്സുണ്ട് അന്വേഷിച്ചു വരിക. എന്റെ ഭാര്യ ഇവിടെ കണ്ട് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു ഇവിടെ വന്നിട്ടുണ്ട് പറഞ്ഞു. അവളെ എനിക്ക് കാണണം. ശരിക്കും സംസാരിക്കാൻ അറിയത്തില്ല. 90 വയസ്സുള്ള ആ മനുഷ്യൻ പ്രാചി ഒരു ഓട്ടോയിൽ നിറങ്ങി വരുന്ന വഴിക്ക് വീഴും. അച്ഛൻ കൊണ്ട് കാണിച്ചു കൊടുത്തു. അവര് തമ്മിൽ പിടിച്ചോണ്ട് എന്റെ ഭാര്യയാന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ, ആ തമിഴൻ മനുഷ്യൻ സ്നേഹിച്ച സ്നേഹം എന്റെ മനസ്സിൽ നിന്ന് മാറത്തില്ല. മക്കളെ, പ്രണയം ഇന്ന് കാണുന്ന ഉപരിപ്ലവമായ തൊലിപ്പുറത്തുള്ള ഒന്നല്ല, അതിനപ്പുറം, അതൊക്കെ മേലെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം ഇവിടുന്ന് തുടങ്ങുമ്പോൾ നിങ്ങൾ അടിസ്ഥാനമിടേണ്ട സമയമാണ്. ആ വിവാഹം എന്ന കൂദാശയ്ക്കായി ഒരുങ്ങുവാനുള്ള സമയം, എല്ലാ അർത്ഥത്തിലും ഒരുങ്ങുവാനുള്ള സമയം. നിന്റെ ജീവിതത്തിലെ പരിക്കൻ യാഥാർത്ഥ്യങ്ങളുടെ അവളുടെ സ്നേഹത്താൽ നീ അതിനെ ക്രമപ്പെടുത്തുമ്പോൾ നിനക്കുള്ള കുറവിനെ, ഡെൽനയ്ക്കുള്ള കുറവിനെ മോനത് പരിഹരിച്ചുകൊണ്ട് എന്നും ഒരുമിച്ച് 2 വ്യക്തിത്വങ്ങളാ. കുറവുകളും പ്രശ്നങ്ങളും ഇല്ലാത്ത ലോകമില്ല.
നമ്മൾ തമ്മിൽ ശ്രീകണ്ഠൻ നായരുടെ പരിപാടി കണ്ടില്ലേ? ലിവിങ് ടുഗദർകാരും എന്താ അടിയും ബഹളവും ഒക്കെയാണ്. നമ്മുടെ കാരണവന്മാരൊക്കെ ജീവിച്ച ഈ ഇരിക്കുന്ന കാരണവന്മാർ തെളിവല്ലേ വിട്ടുവീഴ്ചകളുടെ ഭാഗമായിട്ടാ ഇവരൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം ഉപദേശിക്കാനില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ടാവും. ഒറ്റ കാര്യമുള്ളൂ, ദൈവം നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും സ്നേഹിക്കണം. 2-ാം പ്രമാണത്തിൽ എല്ലാം ചേർന്നിരിക്കുന്നു. 1-ാം പ്രമാണം പോലും അത് മുഴുവൻ അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ സംഭവിക്കുന്നത് വിവാഹ ജീവിതത്തിലാണ്. അച്ഛനാകാനോ സിസ്റ്ററാകാനോ ഒന്നുമല്ല ദൈവം ആദ്യമായിട്ട് വിളിക്കുന്നത്. ആദ്യം ദൈവം വിളിക്കുന്നത് വിവാഹ ജീവിതത്തിലേക്കാണ്. വിവാഹ ജീവിതത്തിൽ നല്ല വൈദികരും അച്ഛന്മാരും ഉണ്ടാകുന്ന നിങ്ങളെ പോലെയുള്ള നല്ല ഭാര്യയും ഭർത്താവും കുടുംബമായി വരുമ്പോഴാണ്. അതുകൊണ്ട് കുടുംബം വളരെ സ്വർഗം വളരെ തീഷ്ണതയോടെ നോക്കുക. നിങ്ങളെ ഞങ്ങൾ എല്ലാവരും നിങ്ങളെ നോക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനകള് അച്ഛന് അവിടുന്ന് ഇവിടെ വന്നതിന് ഒരു കാരണമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ രണ്ടുപേരുടെയും മാതാപിതാക്കൾ എത്ര ശ്രേഷ്ഠരാണ്. ജോൺസൺ ചേട്ടൻ കഴിഞ്ഞ ദിവസമാണ് അൻപൂലത്തില് 10,500 വരുന്ന അൻപൂലത്തിലെ സ്നേഹാലത്തെ കൂടെ വരുമ്പോഴത്തേക്ക് ഏതാണ്ട് 1,500 മക്കളുണ്ട്. ഈ 1,500 മക്കളിൽ 2 മക്കളെ ദത്തെടുത്തേക്കുന്നു. ഇത് കൂടാതെ ഇത്രയും വരുന്ന മക്കൾക്ക് വേണ്ടി പച്ചക്കറി അരിയുന്ന അല്ലെങ്കിൽ ഫ്രീസർ എല്ലാം അതൊക്കെ ഇപ്പൊ ഓണാകുന്നതേ ഉള്ളൂ. എന്താ, എന്റെ മകളുടെ വിവാഹം ഉറപ്പിച്ചു, അതിനുള്ള സമ്മാനം ദൈവത്തിന് എനിക്ക് കൊടുക്കണം. അതുപോലെ തന്നെ 2 കുടുംബങ്ങളെയും എനിക്ക് നന്നായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് ഒരാളെ കൂടുതൽ പരിചയമുണ്ട്. അങ്ങനെ പറഞ്ഞു എനിക്ക് പക്ഷപാതമൊന്നുമില്ല ഈ കാര്യത്തിൽ. സുവിശേഷത്തിന്റെ കാര്യത്തിൽ അവരത് സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പക്ഷപാതവും ഇല്ല. എന്റെ മുമ്പിൽ കർത്താവാണ് എനിക്ക് മുമ്പിലുള്ള. 2 പേരെയും ഒരുപോലെ പറയുക, സ്നേഹിക്കുക, സ്നേഹിക്കുക. സ്നേഹം മാത്രമാണ് കുടുംബജീവിതത്തിൽ ലക്ഷ്യമായിരിക്കുന്നത്. സ്നേഹിച്ച് നിങ്ങൾ ഈ ലോകത്തിൽ മാതൃകളായിട്ട് കൂതാശയായി തീരട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ജോബിയച്ഛന്റെയും സുരേഷിന്റെയും വിരച്ചിന്റെയും ഒക്കെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാ ആശംസകളും തരുന്നു. ഈ ദിവസങ്ങൾ നന്നായി ഒരുങ്ങുവാനുള്ള സമയം, ഒരുപാട് പ്രണയിക്കുവാനുള്ള സ്നേഹമാണ്. നിങ്ങളുടെ പ്രണയം നന്നായിട്ട് സാധ്യമാകുന്ന ദിവസങ്ങളായിരിക്കണം. നിങ്ങളുടെ ഒത്തൊരുമയിൽ നിന്ന്, ഐക്യത്തിൽ നിന്ന് നിങ്ങൾ കടന്നു വരണം. അച്ഛൻ ചോദിക്കുമ്പോൾ വാക്കുകളെല്ലാം ഞാൻ അവിടെ സ്വീകരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സ്വീകരിക്കുന്ന അഭിമാനത്തോടെ മറ്റുള്ളവർ കേൾക്ക ചെയ്ത് പറയണം. അപ്പം അച്ഛൻ വാട്സപ്പിലൊന്നും ചോദിക്കത്തില്ല. ഇന്നത്തെ ജെൻസി എല്ലാം വാട്സപ്പിലായിരിക്കും അല്ലേ? അപ്പം വാട്സപ്പിൽ ടിക്കറ്റ് കൊണ്ട് ഞാൻ സ്വീകരിക്കുന്നല്ല പറയേണ്ടത്. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ബോധ്യത്തോടും ഞാൻ ഇവിടെ എന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു, ഞാൻ ഇവരെ എന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു പറയാൻ ഒരുങ്ങുവാനുള്ള സമയം. ആ കൂദാശയുടെ സമയത്തിലേക്ക്, വിവാഹ ജീവിതത്തിന്റെ സമയത്തിലേക്ക് എല്ലാ മംഗളങ്ങളും തരുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അമർത്തി കുലുക്കി നിറച്ചളത്ത് ഇട്ട് ദൈവം നിങ്ങൾക്ക് തരട്ടെ. എല്ലാ വിധത്തിലും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ദൈവം കുഞ്ഞുങ്ങളെയും എല്ലാം സമൃദ്ധമായി തരട്ടെ. ആമീൻ. ദൈവാനുഗ്രഹം ലഭിക്കട്ടെ. ഇവർ ചെയ്യുന്ന വാഗ്ദാനം അനുസരിച്ച് നയിക്കുവാനാണ് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിലും അധിഷ്ഠിതമായ വിവാഹ ജീവിതം നയിക്കുവാൻ ഇവരെ സജ്ജരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനസ്സിലാക്കി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായും നടത്തുന്ന ഉടമ്പടിയും മരണമടയിൽ നിലനിൽക്കുന്ന ബന്ധവുമാണെന്ന ബോധ്യത്തോടെ അത് സ്വീകരിക്കുവാൻ ഈ ദാസരെ അനുവദിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മുടെ ഓരോരുത്തരെയും പിതാവിനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹ വാഗ്ദാനം ചെയ്യുവാനായി തിരുമുമ്പിൽ അണിഞ്ഞിരിക്കുന്ന അങ്ങയുടെ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ വിവാഹ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രീതികരമായി ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിനും ഐക്യത്തിലും കാത്തു സൂക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹുമായ സർവേശ്വരായ പ്രിയമുള്ളവരെ, തുടർന്ന് കാർമികൻ വിവാഹ സമ്മതം ചോദിക്കുവാനായിട്ട് പോവുകയാണ്. 2 ഭാഗത്തു നിന്നും ഓരോ സാക്ഷികൾ ഉണ്ടായിരിക്കണം. ഓരോ സാക്ഷികൾ മുന്നോട്ട് കടന്നു വരിക. ചെറുക്കൻ്റെ ഭാഗത്തു നിന്നും പെണ്ണിന്റെ ഭാഗത്തു നിന്നും ഓരോ സാക്ഷി. ചെറുക്കൻ്റെ ഭാഗത്തെ സാക്ഷി. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂവെന്ന് നിങ്ങൾ മനസ്സിലാക്കി
മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. ടെറൻസ്, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കുദാശയിലൂടെ ഡെൽനായെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? ഡെൽന, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കുദാശയിലൂടെ ടെറൻസിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണല്ലോ. വിവാഹ വാഗ്ദാനം നടത്തിയ ടെറൻസിനെയും ഡെൽനായെയും മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, വിവാഹ വാഗ്ദാനത്തിന്റെ ഭാഗമായി ഈ ദമ്പതിമാർ അണിയിക്കുവാൻ പോകുന്ന ഈ മോതിരങ്ങളെ അങ്ങ് ദയാപൂർവ്വം ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. സഭയെ ദുർബലമായി സ്വീകരിച്ച് കർത്താവായ മിശിഹായെ വിവാഹവാഗ്ദാനം ചെയ്ത് ദാസരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലതുകൈയും നീട്ടണമേ. ഞങ്ങളുടെ തിരുകുടുംബത്തിന് ആദരനായ മാറിയ യോസേഫിന്റെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമായുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാകട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്യം ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ആദിസ്യം ഇവർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥായിലേക്കും ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ആശീർവാദം സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് പ്രത്യേകമായിട്ട് ഈ മക്കൾക്ക് രണ്ടുപേർക്കും എല്ലാ മംഗളങ്ങളും ഞങ്ങൾ 3 വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെ പേരിൽ പ്രത്യേകിച്ച് വിപിനച്ചന്റെ പേരിലും ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ ആശംസിക്കുകയാണ്. മദർ ഫ്രാൻസിസ്റ്റുണ്ട് സിസ്റ്ററിന്റെ പേരിലും ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നതിന് കാരണം ബഹുമാനപ്പെട്ട രാജേഷ് സൂചിപ്പിച്ചു. ജോർജ് ചേട്ടൻ വലിയ ഔദാര്യമാണ്. ഇന്ന് സുവിശേഷത്തിൽ വായിച്ചതുപോലെ നമ്മൾ കേട്ടു, സഹോദരങ്ങളോടുള്ള സ്നേഹം ദൈവം നമ്മളെ സ്നേഹിച്ചതുപോലെ അവരിൽ ദൈവിക സാന്നിധ്യം കണ്ടുകൊണ്ട് അവരെ സ്നേഹിക്കുമ്പോഴാണ് യഥാർത്ഥ ക്രൈസ്തവ സ്നേഹം പൂർണ്ണമാകുക. തെരുവിൽ അണിയുന്ന 1500ഓളം മാനസിക രോഗികളായ മക്കളെ ശുശ്രൂഷിക്കുന്ന ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛനോടൊപ്പം പ്രവർത്തിക്കുന്ന ഞാന്, സിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ സ്നേഹാലയത്തിലെ അച്ഛൻ, ഇവരെല്ലാം ഇവിടെ ആയിരിക്കുന്നതിന് കാരണം ചേട്ടന്റെ ആ ഒരു നല്ല മനസ്സുകൊണ്ട് മാത്രമാണ്. പ്രത്യേകമായിട്ട് ഞങ്ങളെ പരിഗണിക്കുന്നതിനും ആരോരുമില്ലാത്ത മക്കളോടുള്ള ഈ കുടുംബത്തിന്റെ ഔദാര്യത്തിനും എല്ലാം ഞങ്ങൾ ഏറ്റവും നന്ദിപൂർവ്വം ഈ നിമിഷം ഓർമ്മിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഇതൊരു മാതൃകയാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ വിവാഹ സൽക്കാരത്തിനൊക്കെ നമ്മളൊക്കെ ഒരുപാട് പണം ചെലവാക്കുന്നവരൊക്കെയാണ്. അപ്പൊ നമ്മൾ ഒരു കാര്യം എന്നും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കൾ തെരുവോരങ്ങളിലും ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ വിഷമിക്കുന്ന അനേകം പേര് നമ്മുടെ മുമ്പിലുള്ളപ്പോൾ നമ്മൾ കഴിക്കുന്ന പല ഡിഷുകളിൽ ഒരു ഡിഷ് മാറ്റി വെക്കുകയാണെങ്കിൽ അന്നത്തെ അപ്പത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരുവന്റെ വിശപ്പ് നമുക്ക് അകറ്റുവാനായിട്ട് സാധിക്കും. ആ ഒരു മാതൃകയാണ് ജോർജ് ചേട്ടൻ ഞങ്ങൾക്ക് കാണിച്ചു തരിക. അതേ പ്രതിയാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുക. നിങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാ മംഗളങ്ങളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ പരിപാലനെ നിങ്ങൾ ചെയ്ത വിവാഹ വാഗ്ദാനത്തെ അവിടുന്ന് തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറായെയും സഹാക്കിനെയും റബേക്കായെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിനെ ഐക്യത്തിലും മുദ്രിതമാക്കട്ടെ.
തീക്ഷ്ണമായ പ്രാർത്ഥനയോട് ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹമെന്ന കുദാശക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോൾ എപ്പോഴും എന്നേക്കും. എന്നെ അറിയാത്തവർക്ക് എന്നെ തന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മൈസെൽഫ് റോസ്മേരി, ഡെൽനയുടെ ഫ്രണ്ടാണ്. And the beautiful bride of ours is none other than Delna Johnson and the handsome groom is Thomas Terence. നല്ലൊരു കൈയടി കൊടുത്തവരെ നമുക്ക് വരവേൽക്കാം. So guys, ബൈബിളിൽ പറയുന്നു, he who finds a wife finds what is good and receives favor from the Lord. So, with heart full of happiness and gratitude to God, let's begin this blessed evening. ഇതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ബ്രൈഡിന്റെ പേരൻസ്, ഡെൽനയുടെ പേരൻസ്
മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോൺസൺ ഇടക്കരേനെ സ്റ്റേജിലോട്ട് ക്ഷണിക്കാം. നല്ലൊരു കൈയടി കൊടുക്കാം. ഒപ്പം തന്നെ ഡെൽനയുടെ സിസ്റ്ററും ബ്രദർ ഇൻ ലോ മിസ്റ്റർ ആൻഡ് മിസ്സസ് ജെൻസൺ ഓൺ ടു ദി സ്റ്റേജ് പ്ലീസ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഹാൻസം ഗ്രൂമായ ടെറൻസിന്റെ പേരൻസ് മിസ്റ്റർ ആൻഡ് മിസ്സസ് ബൈജു ഓൺ ടു ദി സ്റ്റേജ്. And he has a brother, Mr. Jeffrey, onto the stage, please. നല്ലൊരു കൈയടി കൊടുക്കാം guys. Every beautiful journey begins with light, sneham, prarthana and God's blessings. ഈശോ പറയുന്നു, I am the light of the world. Whoever follows me will never walk in darkness, but will have the light of life. Lovely couple, Delna and Terence, to light the first candle, symbolizing their love, unity, and the beginning of their new journey together under God's guidance. The second candle represents the love, prayers, and sacrifices of the bride's family. I warmly invite Mr. Johnson and Mrs. Jansi to light the second candle, blessing their daughter with their wholehearted prayers and support. And the third candle represents the love and guidance of the groom's family. I now invite Mr. and Mrs. Baiju to light the third candle, showering their son and daughter-in-law with blessings for a future joyful. Let this light remind them that Christ should be the center of their relationship, guiding them through every season of life. So see, sweet moments deserve a sweet beginning. Alle? So ipo nammal invite cheyunu nammada bride and groom to cut the cake. Okay? Delna will be giving the cake to Terence family. പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കറി മഴയുള്ള കൂട് ആ പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കറി മഴയുള്ള കൂട്. അടുത്തതായി Terence, I request you to offer a piece of cake to Delna's parents and her family, showing gratitude and honor to the family who raised your beautiful bride. Come on guys. പിന്നെ ജീവിതം തുന്തനാനേന തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന തുടക്കം മാംഗല്യം. കണിയല്ലേ കൺമണിയല്ലേ ആദ്യം ചൊല്ലും നിൻ കണവൻ കണ്ണാ നീ വെയിൽ കൊള്ളല്ലേ നീയും ചൊല്ലും. ഓ കഥമാകും ചേകവനാകും ഉറുമിയെടുക്കും പടവീരൻ വിനോദിനകടകം.
They say the holy water's watered down, and this town's lost its faith. Our colors will fade eventually, so if our time is running out, day after day, we'll make the mundane our masterpiece. Oh my, oh my love. I take one look at you, you're taking me out. Love is in the air, and it's time to add some sparkle. It's time for bursting the crackers. It will be bursting there. Everyone, please have a look at it. New York, Vegas to Africa. Dance the night away.
याद च तेरी मैं तां जागर रातां नूं रोक ना पावां अखियां विचों गम दियां बरसातां नूं मारे गिन गिन याद च तेरी मैं तां जागर रातां नूं रोक ना पावां अखियां विचों गम दियां बरसातां नूं ओ इश्क तेरा
I was close to death with you in that perfect dress, knowing that it's hard or head and breaking all the rules. Just like don't fall in love before I know your name, holding out hoping that you feel the same. No, I've never been one for sounding cliche, but it's true. All I do is think about you. All I do is think about you. All I do is think about how your leap of faith made me put all my faith in you. So all I do is think about no regrets, not even the nights we spent finding out what patience meant. Holding up a mirror to myself, learning to reflect, because love like this doesn't come round all the time. And letting you get away would be a crime, 'cause half of your heart makes a whole lot of this heart of mine. Ooh, all I do is think about you. All I do is think about you. All I do is think about how your leap of faith made me put all my faith in you. So all I do is think about you. All I do is think about you. All I do is think about how long I can wait until I get to say I do. So all I do is think about how all my friends talk about the night we met. Can't remember what I said, but it worked out beautiful. All I do is think about you. All I do is think about you. All I do is think about how your leap of faith made me put all my faith in you. So all I do is think about you. All I do is think about you. All I do is think about how long I can wait until I get to say I do. So all I do is think about you. We set out at the first light. We lit up with the sunrise. Gets my heartbeat running wild when you're here by my side. And we'll dream out loud. Take our chance, take it now. We will go from this day on. Take this world and make it ours. You and I, all life long. We'll take this world from this day on.
Take our chance, take it now. We will go from this day on. Take this world and make it ours. You and I, all life long, will take this world from this day on. Memories and worn out shoes, every winding road we wandered through. When your heart is beating next to mine, there's no telling what our feet could find. Open up and listen to the morning like a song carried on the breeze. We spent all this time chasing the horizon. Now we see all of these days stretching out before us. All these places here within our reach. Don't know where we go from here. You could take me anywhere, 'cause anywhere with you is where I wanna be. Ourselves so far from home, we'll embrace the mystery as we go. We won't let this moment pass us by. We can slow it down and take our time. Open up, give into the evening like the stillness settles on the trees. We spent all this time chasing the horizon, and now we see all of these days stretching out before us. All these places here within our reach. Don't know where we go from here. You can take me anywhere, 'cause anywhere with you is where I wanna be. Listen to the morning like a song carried on the breeze. We spent all this time just chasing the horizon, and now we see, now we see. Gonna